NHS-ലേക്ക് ഒരു നഴ്സിംഗ് ജോബ് കിട്ടുന്നതിനോടൊപ്പം ഒരു 6,000 പൗണ്ട് ഇൻസെന്റീവ് കൂടെ കിട്ടിയാലോ? അടിപൊളിയല്ലേ? അപ്പോൾ ഒരു തിയേറ്റർ പ്രാക്ടീഷണർ അല്ലെങ്കിൽ സ്ക്രബ് നഴ്സ് ആണ് നിങ്ങൾ പ്രീവിയസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈസ്റ്റ് സഫോക്ക് ആൻഡ് നോർത്ത് എസെക്സിന്റെ NHS ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിന്റെ കീഴിൽ വരുന്ന ഇപ്സ്വിച്ച് ഹോസ്പിറ്റൽ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു UK പ്രൊഫഷണൽ രജിസ്ട്രേഷൻ വേണം, അതായത് പിൻ നമ്പർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സോ ഇന്റർനാഷണൽ നഴ്സസിന് ഇത് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പറ്റില്ല. റെലവന്റ് ഫീൽഡിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം എടുത്ത് അതിനകത്ത് പറയുന്നുണ്ട്. ആൻഡ് ബാക്കിയുള്ള എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ ക്രൈറ്റീരിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 7th of February ആണ്. പക്ഷേ എത്രയും വേഗം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഫിൽ ഇൻ ചെയ്യുക. സഫീഷ്യന്റ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് അവർക്ക് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചിലപ്പോൾ ജോബ് അവർ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് എലിജിബിൾ ആണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജോബ് ആപ്ലിക്കേഷൻ ഫിൽ ഇൻ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്തു. ഈ 6,000 പൗണ്ട് ഇൻസെന്റീവ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ട്രസ്റ്റിൽ വർക്ക് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ആയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരാളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇൻസെന്റീവിന് നിങ്ങൾ എലിജിബിൾ ആയിട്ട് വരിക. എന്തായാലും ഇന്റർവ്യൂ സക്സസ്ഫുൾ ആയി നിങ്ങൾ ജോബ് കമൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ 2,000 പൗണ്ട് ട്രസ്റ്റിൽ നിന്ന് കിട്ടും. ദെൻ വൺസ് നിങ്ങളുടെ പ്രൊബേഷൻ പീരീഡ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് 2,000 പൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ദെൻ 1 year നിങ്ങൾ ട്രസ്റ്റുമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത 2,000 പൗണ്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ഇൻസെന്റീവ്സ് എല്ലാം മേടിച്ചിട്ട് വിത്തിൻ 12 months നിങ്ങൾ ട്രസ്റ്റ് വിട്ടു പോകുകയാണെന്നുണ്ടെങ്കിൽ 60% നിങ്ങൾ മേടിച്ച ഇൻസെന്റീവ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഈവൻ സെലക്ഷൻസിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് ആവശ്യമുണ്ട് എന്ന് വരുവാണെങ്കിൽ ചില സമയത്ത് അവർക്ക് മേ നോട്ട് ബി ഏബിൾ ടു ഡെലിവർ എനി സ്പോൺസർഷിപ്പ് എന്നുള്ള കാര്യം കൂടി അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആപ്ലിക്കേഷൻ കൊടുക്കുക, ഇന്റർവ്യൂ കിട്ടുകയാണെങ്കിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.